ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ പെടുന്ന റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവ മൂന്നും ഉൾപ്പെട്ടതാകുന്നു. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി റവന്യൂ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ടു എ പർട്ടിക്കുലർ പീരീഡ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ക്യാപിറ്റൽ ഇൻകം ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു പ്രത്യേക കാലയളവിലെ റവന്യൂ ഐറ്റം മാത്രമേ ഇതിൽ പരിഗണിക്കുകയുള്ളൂ. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒഴിവാക്കും. It records all losses or expenses paid or unpaid on debit side and all incomes or gains received or not on its credit side. The item relating to the previous year or future year are excluded. Again, the incomes and expenses of current year, whether received or outstanding, must be shown. The difference between the debit side and the credit side is either surplus or deficit for the year. It will be transferred to the capital fund, also called general fund or accumulated fund, appearing in the balance sheet. നമുക്കറിയാം, സാധാരണഗതിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏതിന് തുല്യമാണ്? വ്യാപാര സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ്. റവന്യൂ വരുമാനങ്ങളും ചെലവും മാത്രമാണ് ഇതിൽ രേഖപ്പെടുത്തുക. ഒരു വർഷത്തെ എല്ലാ വരുമാനവും ക്രെഡിറ്റ് സൈഡിലും എല്ലാ ചെലവുകളും ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു. തൊട്ടു മുമ്പിലുള്ള വർഷത്തേതും തൊട്ടു പുറകെയുള്ള വർഷത്തേതും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒഴിവാക്കുന്നു. ഇതിനു ശേഷം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ വരുമാന കമ്മി അഥവാ ഡെഫിസിറ്റ് എന്നും, മറിച്ചാണെങ്കിൽ സർപ്ലസ് എന്നും പറയുന്നു. കമ്മിയോ മിച്ചമോ, അതായത് ഡെഫിസിറ്റോ സർപ്ലസോ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റുന്നു. നമ്മൾ സാധാരണഗതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലെ എല്ലാ എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിലെ എല്ലാ ഇൻകവും കൊണ്ടുവരുന്നു. അങ്ങനെയാണ് വ്യാപാര സ്ഥാപനങ്ങൾ ചെയ്യുക. എന്നാൽ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇതിന് തുല്യമായിട്ടാണ് ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡിലെ എല്ലാ എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിലെ എല്ലാ വരുമാനവും കൊണ്ടുവരുന്നു. എന്നിട്ട് ഒരു വർഷത്തേത് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കഴിഞ്ഞു പോയ വർഷത്തേതും തൊട്ടടുത്ത വർഷത്തേതും നമ്മൾ ഒഴിവാക്കേണ്ടതാകുന്നു. കൂടാതെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ നമുക്ക് സർപ്ലസ് അഥവാ മിച്ചമെന്നും, ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ അഥവാ ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ഡെഫിസിറ്റ് എന്നും പറയാം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്നും അല്ലെങ്കിൽ ലോസ് എന്നും പറയാമായിരുന്നു. പക്ഷേ ഇതൊരു കച്ചവട സ്ഥാപനമല്ലാത്തതുകൊണ്ട് ഇതിനെ നമ്മൾ ഡെഫിസിറ്റ് അഥവാ കമ്മി എന്നും കൂടുതലുണ്ടെങ്കിൽ മിച്ചമെന്നും പറയുന്നു. നോട്ട് ആവശ്യമുള്ളവർ എഴുതേണ്ടതാകുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് ആൻഡ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് by considering current incomes over current expenses. It is a summary of all revenue incomes and all expenses, whether received or accrued or outstanding, of a particular year. It is a revenue account of non-trading concern.
ഒരു വർഷത്തെ വരവും ചെലവും മാത്രം പരിഗണിച്ചുകൊണ്ട് മിച്ചമോ കമ്മിയോ കണക്കാക്കാനായി തയ്യാറാക്കുന്ന ഒരു താൽക്കാലിക അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പ്രസ്തുത വർഷത്തെ കിട്ടാനോ കൊടുക്കാനോ ഉള്ള വരവും ചെലവും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ നോൺ ട്രേഡിംഗ് കൺസേൺ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ നോൺ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങളാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ബിസിനസ് സ്ഥാപനങ്ങൾ എന്തായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. നമ്മൾ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? അത് ക്യാഷ് ബേസിലായിരുന്നു, അല്ലെങ്കിൽ റെസീപ്റ്റ്സ് ബേസിലായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇത് അക്രൂവൽ ബേസിലാണ്. അക്രൂവൽ ബേസ് എന്ന് പറയുന്നത് നമ്മൾ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ഇതിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. അക്രൂവൽ ബേസ് ആയിരിക്കും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ലീവ് ഓഫ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ലീവ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ തുല്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. എല്ലാ വരുമാനവും ക്രെഡിറ്റ് സൈഡിലും എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് സൈഡിലും കൊണ്ടുവരുന്നു. എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് സൈഡിലും ഇൻകം ക്രെഡിറ്റ് സൈഡിലും കൊണ്ടുവരുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെർക്കൻറ്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. സാധാരണ അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഉണ്ടാവുകയില്ല. ദെൻ ഇറ്റ് എൻഡ്സ് വിത്ത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇത് അവസാനിക്കുന്നത് സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും. അതായത് ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ മിച്ചമായിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഇത് ഏതിനോട് ചേർക്കണം? ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും. എന്നാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഇതിൽ ക്യാപിറ്റൽ ഫണ്ട് എന്നറിയപ്പെടുന്നു. ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യണം പ്ലസ്. ഓക്കെ, ഇനി അടുത്തത് എട്ടാമത്തത്, ഇറ്റ് എക്സ്ക്ലൂഡ്സ് ഓൾ ക്യാപിറ്റൽ ഇൻകംസ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻസസ്. ക്യാപിറ്റൽ ഇൻകവും ക്യാപിറ്റൽ എക്സ്പെൻസുകളും ഇതിൽ ഒഴിവാക്കുന്നു. ക്യാപിറ്റൽ എക്സ്പെൻസ് നമുക്ക് പറയുന്നത് എന്തായിരിക്കും? പർച്ചേസ്ഡ് ഫർണിച്ചർ, ഇതുപോലെയുള്ള എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഒഴിവാക്കും. പിന്നെ ഇറ്റ് റെക്കോർഡ്സ് റവന്യൂ ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ഓൺലി. ഞാൻ പറഞ്ഞു സാലറി, വേജ്, ഇതുപോലെയുള്ള റവന്യൂ ഐറ്റം മാത്രമേ ഇതിൽ പരിഗണിക്കേണ്ടതുള്ളൂ. 10th one, it records all expenses whether paid or not and all incomes whether received or accrued. കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. എക്സ്പെൻസുകൾ സംഭവിച്ചാൽ ഒരു വർഷത്തെ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യും? പരിഗണിക്കും. അതായത് കിട്ടാനുള്ളതായിക്കോട്ടെ കൊടുക്കാനുള്ളതായിക്കോട്ടെ അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഒരു വർഷത്തെ എല്ലാ വരവുകളും ചിലവുകളും ഇതിലെന്ത് ചെയ്യും? നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓൾ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ദെൻ ബാലൻസ് ഷീറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് അക്കൗണ്ട്. ഈ ഒരു ബേസിലാണ്, ഇതിൻ്റെ ബേസിൽ നിന്നാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നാണ്. ഇനി അടുത്തത്, ഇറ്റ് മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. ഞാൻ പറഞ്ഞു ഇതിന് ശേഷം ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇതൊരു ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്സ് നോക്കാം. എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകൾ. 1, എക്സ്ക്ലൂഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ബിക്കോസ് ബാലൻസസ് ആർ നോട്ട് ഇൻകം. നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ആദ്യം ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അത് വരുമാനമോ ചിലവോ അല്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ എക്സ്ക്ലൂഡ് ഓൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്. എല്ലാ ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റും ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഏതിന് മാത്രമേ നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ? ഓൺലി റവന്യൂ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. റവന്യൂ ഐറ്റം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇതിൽ പരിഗണിക്കാൻ പാടുള്ളൂ. ദെൻ ടേക്ക് ഓൺലി റവന്യൂസ്
റവന്യൂ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദി കറണ്ട് പീരീഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ റവന്യൂ നമ്മൾ പരിഗണിക്കരുത്. പ്രത്യേകമായിട്ടുള്ള ഒരു വർഷം കറണ്ട് പീരീഡിൻ്റെതേ പരിഗണിക്കാൻ പാടുള്ളൂ. അതായത് തൊട്ട് മുന്നേ ഉള്ള വർഷത്തെ വരുമാനം, ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ 2015 കണക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2014 വരിസംഖ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 2015 കണക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതാണ് കറണ്ട് പീരീഡ് എന്നത് അർത്ഥമാക്കുന്നത്. അതുപോലെ തൊട്ടടുത്ത വർഷം നമുക്ക് ഈ വർഷത്തത് 2015 റവന്യൂ ചിലപ്പോൾ വരിസംഖ്യ കിട്ടാൻ ബാക്കിയുണ്ടാവും, അത് കിട്ടുന്നത് 2016 അങ്ങനെയാണെങ്കിൽ അത് ഈ വർഷത്തെ കണക്കിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും വേണം. ഓക്കെ, നെക്സ്റ്റ്, അവോയ്ഡ് ഓൾ ക്യാപിറ്റൽ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ബിക്കോസ് ദീസ് ഐറ്റംസ് വിൽ ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ ക്യാപിറ്റൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ ഇൻകവും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാൻ പാടില്ല. അത് ഏതിലേക്ക് പോകേണ്ടതാണ്, ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്, മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ സർട്ടൻ ഐറ്റംസ് ദേ ആർ നോട്ട് അപ്പിയറിംഗ് ഇൻ ദി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് such as depreciation, provision for bad debt, loss on sale of fixed assets. ഇങ്ങനെയുള്ള, അതായത് ഡിപ്രീസിയേഷന്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഇങ്ങനെയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൽ വരുന്നതാണ്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണല്ലോ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ പണം കിട്ടിയതും കൊടുത്തതും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് മാറ്റി വരുന്ന സമയത്ത് ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൽ വന്നിട്ടുണ്ടാവില്ല, നമ്മളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യണം. പിന്നെ ആറാമത്തത്, കൺസിഡർ ദ ഐറ്റം ലൈക്ക് അക്രൂഡ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഞാൻ നേരത്തെ പറഞ്ഞു അക്രൂവൽ ബേസിസിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള ഐറ്റവും കൊടുക്കാനുള്ള എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം പരിഗണിക്കണം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളതാണ്, ഈ വർഷത്തെ വരുമാനം, പക്ഷെ നമ്മൾ വാങ്ങിയിട്ടില്ല, കിട്ടാനുണ്ട്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഒരു വർഷത്തെ എക്സ്പെൻസ് നമ്മൾ കൊടുക്കാനുണ്ട്, അത് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പരിഗണിക്കണം. അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, തൊട്ടടുത്ത വർഷത്തെ ചിലവുകൾ നമ്മൾ ഈ വർഷം തന്നെ കൊടുത്താൽ ഈ വർഷത്തെ കണക്ക് എന്താണ്, ഈ കണക്കിൽ നിന്ന് അത് ഒഴിവാക്കണം. ഓക്കെ, അതുപോലെ അസർട്ടൈൻ ദ ഡിഫറൻസ് വിച്ച് റെപ്രസെൻറ്റ്സ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അവസാനത്തെ സ്റ്റെപ്പ്, ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഡിഫറൻസ് നോക്കിയാൽ അതൊന്നെങ്കിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ചമാണ്. മിച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന തുക, അതായത് കച്ചവടമായിരുന്നെങ്കിൽ ഇത് പ്രോഫിറ്റ് എന്നറിയപ്പെടുമായിരുന്നു. ഡെഫിസിറ്റോ അത് ലോസിന് തുല്യമാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല, കമ്മിയാണെന്നർത്ഥം. ഡെഫിസിറ്റിൻ്റെ അർത്ഥം കമ്മി. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങളെ ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവർ ഇപ്പം തന്നെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് പ്രോബ്ലം ഇതിന് കൂടെ ചെയ്ത് നോക്കാം. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം ദി ഫോളോയിങ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് ലിമോൺസ് ക്ലബ്ബ് കോഴിക്കോട് ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച് 2010. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ലിമോൺസ് ക്ലബിൻ്റെ ഒരു വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞത്. ലിമോൺസ് ക്ലബിൻ്റെ 2010 മാർച്ച് വരെയുള്ള 2010 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ. അപ്പോൾ 2009 ഏപ്രിൽ 1 മുതൽ 2010 മാർച്ച് 31 വരെയുള്ള കണക്കുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് വരണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എല്ലാ ചെലവുകളും എഴുതുന്നു. എക്സ്പെൻഡിച്ചർ, അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ലിമോൺസ് ക്ലബ്ബ് ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച് 2010 ഇങ്ങനെ ഒരു അക്കൗണ്ട് വരയ്ക്കുന്നു. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചറുകളും, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്താ കാണിക്കേണ്ടത്, എല്ലാ ഇൻകവും കാണിക്കണം. എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ എക്സ്പെൻഡിച്ചറും കാണിക്കുന്നു. സാലറി, സ്റ്റേഷനറി, ടെലിഫോൺ ചാർജ്, ഈ 3 ഐറ്റം നമ്മൾ ഡെബിറ്റ് കൊണ്ടുവന്നു, കാണുന്നില്ലേ? സാലറി, സ്റ്റേഷനറി, ടെലിഫോൺ ചാർജ്, ഇതൊക്കെ റവന്യൂ ഐറ്റം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സൺട്രി എക്സ്പെൻസസ്, മെഡിക്കൽ ക്യാമ്പ് എക്സ്പെൻസസ്, ഇതൊക്കെ നമ്മൾ എവിടെ കൊണ്ടുവരുന്നു,
ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൽ കൊണ്ടുവരേണ്ടത് എന്താണ്? റവന്യൂ ഐറ്റം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ദെൻ അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇൻകം. ഇതും റവന്യൂ ഐറ്റം മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും റെസീപ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ്? സബ്സ്ക്രിപ്ഷൻ, വരിസംഖ്യ, എൻട്രൻസ് ഫീ, ജനറൽ ഡൊണേഷൻ, സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ, ലോക്കർ റെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ വരുമാനങ്ങളുണ്ട്. ഇതിൽ റവന്യൂ ഐറ്റം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? പരിഗണിക്കുന്നു. ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ, അതുപോലെ എൻട്രൻസ് ഫീ എഴുതുന്നു. അതുപോലെ ലോക്കർ റെൻറ്റ്, അതുപോലെ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ലോക്കർ റെൻറ്റ്. ഈ 2 ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു? വരുമാനമായിട്ട് എഴുതുന്നു. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ലോക്കർ റെൻറ്റ്. അപ്പോൾ റവന്യൂ ഐറ്റം മാത്രമാണ് ഇതിൽ പരിഗണിച്ചിട്ടുള്ളത്. രണ്ട് സൈഡ് നമ്മൾ ഡിഫറൻസ് നോക്കുന്നു. ചിലപ്പോൾ എന്തായിരിക്കും? ക്രെഡിറ്റ് സൈഡ് കൂടുതൽ. ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ഇൻകം സൈഡ് കൂടുതലാണെങ്കിൽ നമുക്ക് സർപ്ലസ് ആയിരിക്കും. ഇവിടെ സർപ്ലസ് എഴുതണം. ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിലോ, എക്സ്പെൻഡിച്ചർ കൂടുതലാണെന്ന് വിചാരിച്ചോ, എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തായിരിക്കും? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തെഴുതുന്നു? ക്രെഡിറ്റ് സൈഡിൽ ഡെഫിസിറ്റ് എന്ന് എഴുതും. ഡെഫിസിറ്റ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 6300 എന്താണ്? സർപ്ലസ് ആണുള്ളത്. ബാലൻസിങ് ഫിഗറാണ്. രണ്ട് സൈഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മനസ്സിലാക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലി നോമിനൽ ഐറ്റംസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ദിസ് അക്കൗണ്ട്. ഫോർ പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് റിയൽ അക്കൗണ്ട്സ് എ സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് മസ്റ്റ് ബി പ്രിപ്പയർഡ്. അതായത് പേഴ്സണൽ അക്കൗണ്ട് അതുപോലെ റിയൽ അക്കൗണ്ട്, അതായത് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പേഴ്സണൽ അക്കൗണ്ട് പറഞ്ഞാൽ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് രണ്ടിനും നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഐറ്റത്തിനും നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇതിൽ നോമിനൽ ഐറ്റം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.